ഈ വീഡിയോയിൽ നമ്മൾ ഐറ്റം മാസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിലാണ് പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനൊരു മാസ്റ്റർ കാറ്റഗറി, പിന്നെ ഒരു സബ് കാറ്റഗറി, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ്, അതിൻ്റെ അണ്ടറിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാർ കോഴ്സുകളുണ്ടാവും. അപ്പം നമ്മൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഐറ്റം മാസ്റ്റർ പാരാമീറ്റേഴ്സിനകത്ത് നമുക്ക് മാസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്, മെയിൻ കാറ്റഗറി ഉണ്ട്. ഇപ്പം ഈ മാസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെയിൻ ഗ്രൂപ്പുകളാണ്. അതായത് നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാറ്റഗറി. ഇപ്പം ഒരു ക്ലോത്തിൻ്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗാർമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഗാർമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി, ഒരു മാസ്റ്റർ കാറ്റഗറി. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ സബ് കാറ്റഗറീസ് വരുന്നത്. അതായത് കിഡ്സ് ഗാർമെൻറ്റ്സ് ഉണ്ടാവും, ലേഡീസ് ഗാർമെൻറ്റ്സ് ഉണ്ടാവും, ജെൻസ് ഗാർമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് സബ് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പം അതാണ് നമ്മൾ മാസ്റ്റർ കാറ്റഗറി, സബ് കാറ്റഗറി എന്ന് പറഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സിന് പകരം ഇപ്പം നമുക്ക് ജെൻസ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. അപ്പം ജെൻസ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ഇപ്പം നമുക്ക് സബ് കാറ്റഗറി വരുന്നത് ഷർട്ട്സ് ഉണ്ടാവും, ഷോർട്ട്സ് ഉണ്ടാവും, പാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പൈജാമാസ് ഉണ്ടാവും, കുർത്തീസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് സബ് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ കാറ്റഗറിയും സബ് കാറ്റഗറിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഈ മാസ്റ്റർ കാറ്റഗറി എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്കിപ്പം ഒരു മാസ്റ്റർ കാറ്റഗറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു ഒരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ നമ്മൾ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പം മാസ്റ്റർ കാറ്റഗറി ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ജനറൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതായത് നമുക്ക് ഈ ഒരു മാസ്റ്റർ കാറ്റഗറിയുടെ ഒരു കൺസെപ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കാറ്റഗറി മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി അതെല്ലാം നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മാസ്റ്റർ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഗാർമെൻറ്റ്സിൻ്റെ ഒരു കേസ്, അപ്പം ഞാനിപ്പം കിഡ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കീ അടിക്കുക. ഇതുപോലെ നമുക്ക് എത്ര മാസ്റ്റർ കാറ്റഗറി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവസാനം നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതാവും. നമ്മളിവിടെ സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവായി. ഇനി നമ്മൾ മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അണ്ടറിൽ സബ് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻ കാറ്റഗറി, സബ് കാറ്റഗറിയില്ല, മെയിൻ കാറ്റഗറി. നമ്മൾ മാസ്റ്റർ ഗ്രൂപ്പ്, മെയിൻ കാറ്റഗറി. ഞാൻ മുമ്പേ പറഞ്ഞത് സബ് കാറ്റഗറി എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ആദ്യം മാസ്റ്റർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അണ്ടറിൽ നമ്മുടെ മെയിൻ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മാസ്റ്റർ ഗ്രൂപ്പിനകത്ത് നമ്മൾ ജനറൽ എന്ന് പറഞ്ഞൊരു ഡിഫോൾട്ട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് ജെൻസ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു, കിഡ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഞാനിപ്പം ഒരു ഫുഡിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊന്നും മാൻഡേറ്ററി അല്ല, ഇതെല്ലാം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു ഒരു മാസ്റ്റർ കാറ്റഗറി ആയിട്ട് മാത്രം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഐറ്റം മാസ്റ്ററിൽ വന്നിട്ട് നമ്മുടെ മെയിൻ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ മെയിൻ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിപ്പം ഫുഡിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻഡ് ഫുഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാൻഡ് ഫുഡ്സ് വരുന്നത് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു. ഈ ഐറ്റം കോഡ് കാറ്റഗറി ID ഓട്ടോമാറ്റിക് വരും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാറ്റഗറി നെയിം കൊടുത്തു. അറബിക്കിൽ കാറ്റഗറി നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അത് മാൻഡേറ്ററി അല്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മാസ്റ്റർ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാൻഡ് ഫുഡ് എന്ന് പറയുന്നത് ഏത് മാസ്റ്റർ കാറ്റഗറി വരുന്നതെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഫുഡ് എന്ന് സെലക്ട് ചെയ്തു.
ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ ജനറൽ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ അത് താഴത്തേക്ക് വന്നു. ഓക്കെ, ഇനി ഈ താഴത്തോട്ട് വന്നതിനെ നമ്മൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മേലേക്ക് കയറി വരും. നമുക്ക് ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ചെയ്യാം, കാറ്റഗറി മാറ്റണ കാറ്റഗറി മാറ്റാം. എന്നിട്ട് നമ്മളിവിടെ വീണ്ടും സേവ് ചെയ്യുക. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളത് അടുത്ത പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പം നമ്മുടെ മാസ്റ്റർ കാറ്റഗറി ഉള്ളത് ജെൻസ് ഗാർമെൻറ്റ്സ് ഉണ്ട്, കിഡ്സ് ഗാർമെൻറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ കിഡ്സ് ഗാർമെൻറ്റ്സിനകത്ത് ഞാൻ ഒരിതാണ് ഷോർട്സ് എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ കിഡ്സ് ഗാർമെൻറ്റ്സിലിട്ടു. ഓക്കെ, പൈജാമ കിഡ്സ് ഗാർമെൻറ്റ്സിനകത്തിട്ടു, സേവ് ചെയ്തു. ഷർട്ട്സ്, ടീഷർട്ട്സ്, കിഡ്സ് ഗാർമെൻറ്റ്സ്, ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല മുമ്പേ മാസ്റ്റർ കാറ്റഗറി നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് മാസ്റ്റർ കാറ്റഗറി കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ജനറൽ ഒരു കാറ്റഗറി ഉണ്ട്, ക്യാൻഡ് ഫുഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ഷോർട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, പൈജാമ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, മെയിൻ കാറ്റഗറി, പിന്നെ ടീഷർട്ട്സ് എന്ന് പറഞ്ഞ മെയിൻ കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം കിഡ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന മാസ്റ്റർ കാറ്റഗറിയിൽ മാസ്റ്റർ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മെയിൻ കാറ്റഗറി തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മെയിൻ കാറ്റഗറി വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, മെയിൻ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. ആദ്യം നമ്മൾ മാസ്റ്റർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അണ്ടറിൽ മെയിൻ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഐറ്റം മാസ്റ്ററിലേക്ക് വരുന്നു. ഇവിടെയാണ് നമ്മൾ ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഐറ്റം കോഡ് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളിവിടെ ഐറ്റത്തിൻ്റെ പേര് നമ്മളിവിടെ അടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഐറ്റം നെയിം കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം ഗാർമെൻറ്റ്സിൻ്റെ കേസ് എടുത്തു. ഇപ്പോൾ നമ്മൾ കിഡ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാസ്റ്റർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഷോർട്ട്സ്, ടീഷർട്ട്സ് അങ്ങനെ പല ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഐറ്റം നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം എനിക്ക് ടീഷർട്ട്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ടീഷർട്ട്സ് ഉണ്ട്. അപ്പോൾ ലൂയി ഫിലിപ്പി LP ടീഷർട്ട്. ഓക്കെ, അപ്പം ഞാനത് എൻ്റർ അടിച്ചു. അതിൻ്റെ അറബിക്കിലുള്ള പേര് വേണമെന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മളതിൻ്റെ മെയിൻ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ടീഷർട്ട്സ് എന്ന് പറഞ്ഞ കാറ്റഗറി സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി ഇതിനകത്ത് നമുക്ക് ആ ലിസ്റ്റ് ഇല്ല, പുതിയൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ക്രീൻ വീണ്ടും വരും. അവിടെ നമുക്ക് പുതിയതായിട്ട് വീണ്ടും കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ടീഷർട്ട്സ് സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാസ്റ്റർ കാറ്റഗറി കിഡ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞു വന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ ടാക്സ് കാറ്റഗറി, നമ്മൾ ഇതിൻ്റെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ടാക്സ് ആണോ, സീറോ റേറ്റഡ് ടാക്സ് ആണോ, എക്സംപ്റ്റഡ് ടാക്സ് ആണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ ഈ ടാക്സ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് എത്ര % ഇതിൻ്റെ ടാക്സ് വരുന്നതെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഇനി നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഇൻഫർമേഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് ഈ ലിസ്റ്റിലില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ലൂയി ഫിലിപ്പി അതവിടെ അങ്ങോട്ട് വന്നു. ഇനി അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ചൊരു മാനുഫാക്ചറർ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറർ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് തൽക്കാലം LP എന്ന് പറഞ്ഞൊരു ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ ഹെഡർ പാർട്ട്. ഈ ഒരു ഹെഡർ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ബാർകോഡിലേക്ക് വരുന്നു. ബാർകോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടീഷർട്ട്സിൻ്റെ ബാർകോഡ് നമുക്ക് ടീഷർട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്യാം. ഇനി അതല്ല നമ്മുടേതായിട്ടുള്ളൊരു ബാർകോഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ കീ അടിക്കുക. അപ്പോൾ സിസ്റ്റം തന്നെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ആക്കും.
എന്നിട്ട് മോഡലിനകത്ത് നമുക്ക് എന്തെങ്കിലും ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഈ LP ടീഷർട്ട് തന്നെ പല സൈസുകളുണ്ടാവും. അപ്പോൾ ഞാൻ സ്മോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കിഡ്സിൻ്റെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്പേഴ്സാണ്. അപ്പം 18 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. ക്വാണ്ടിറ്റി ടൈപ്പ് നമുക്ക് ഒന്നുമില്ല, നമുക്കിവിടെ നമ്പേഴ്സ് അല്ലെങ്കിൽ പീസസ് അല്ലെങ്കിൽ സെറ്റ് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പം നമുക്ക് ഈ ലിസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി ഈ ലിസ്റ്റിനകത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാനുവലായിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. ഇനി ഒന്നും അടിക്കുന്നില്ല, വെറുതെ എൻട്രി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ പീസസ് എന്ന് പറഞ്ഞൊരു ഫ്ലാഗ് അതിൽ കൊടുക്കും. പീസസ് പെർ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ഇൻഡിവിജ്വൽ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 1 എന്ന് മാത്രം കൊടുത്താൽ മതി. ഈ പീസസ് പെർ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കല്ല, ജസ്റ്റ് ഈ ഒരു പീസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ഒരു പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പീസസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഇവിടെയാണ് നമ്മൾ BS നെയിം, അതായത് ബാർകോഡ് സ്പെസിഫിക് നെയിം എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ നമ്മൾ ബാർകോഡ് സ്പെസിഫിക് നെയിമിൽ ഈ പേരാണ് നമ്മുടെ ബില്ലിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇതാണ് ഇതിൻ്റെ ഹെഡർ. അപ്പോൾ നമുക്ക് ടീഷർട്ട് തന്നെ നമുക്ക് പല സൈസിൽ വരും. അപ്പോൾ നമുക്ക് ആ എല്ലാ സൈസും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർകോഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ LP ടീഷർട്ട് ഇവിടെ 18 നമ്പർ എന്ന് കൊടുത്തു. അത് തന്നെ നമ്മളിവിടെ കൊടുത്തു 18 നമ്പർ. ഓക്കെ, ഇനി റീഓർഡർ ക്വാണ്ടിറ്റി, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്, ഇപ്പം 5 ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ട് വരണം. ഇത്ര ഈ ഒരു പ്രൊഡക്റ്റ് 5 സ്റ്റോക്കേ ബാക്കിയുള്ളൂ എന്നുള്ളത് നമുക്ക് അലേർട്ട് വരണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ 5 എന്ന് കൊടുത്തു. ഇനി നേരെ വരുന്നത് ഇതിൻ്റെ കോസ്റ്റിലേക്കാണ്. എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ്? ഞാനിപ്പോൾ 12 ദിർഹംസ് എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി എത്ര പ്രൈസിന് സെല് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരും. ഇത് മാർക്കപ്പാണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്താലാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 4 കൈൻഡ് ഓഫ് പ്രൈസസ് ഉണ്ട്. അതായത് ക്യാഷ് പ്രൈസ്, ക്രെഡിറ്റ് പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, ഓൺലൈൻ പ്രൈസ്. അപ്പം ബൈ ഡിഫാൾട്ട് നമുക്ക് ടാക്സ് ഓൾറെഡി നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ ഡിഫാൾട്ട് നമ്മുടെ ഈ കർസർ വന്ന് വയ്ക്കുന്നത് ക്യാഷ് TATയിലായിരിക്കും. അതായത് ക്യാഷ് പ്രൈസ് ആഫ്റ്റർ ടാക്സ്, ക്യാഷ് ടോട്ടൽ ആഫ്റ്റർ ടാക്സ് എന്നുള്ളതാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പം ടാക്സ് അടക്കം എത്ര പ്രൈസാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം 12 ദിർഹംസ് കോസ്റ്റുള്ള സാധനം നമ്മൾ ടാക്സ് അടക്കം നമ്മളൊരു 20 ദിർഹംസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 20 എന്ന് കൊടുത്തു. അപ്പോൾ 20 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടാക്സ് വരുന്നത് 0.95 ആയിരിക്കും. അതിൻ്റെ ടാക്സിന് മുമ്പുള്ള പ്രൈസ് 19.05 ആയിരിക്കും. നമ്മൾ ടാക്സ് അടക്കം നമ്മൾ 20 ദിർഹംസിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇനി അതല്ല, നമുക്ക് ഈ ടാക്സ് അടക്കമല്ല വേണ്ടത്, നമുക്ക് നമ്മളൊരു പ്രൈസ് ഇട്ടിട്ട് അതേ പ്ലസ് ടാക്സ് ആണ് വരേണ്ടതുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സ്ട്രിക്റ്റ് TAT കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മൾ അൺടിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അടിക്കാം. ഇപ്പോൾ നമുക്കിപ്പം നമുക്ക് ടാക്സ് എത്രയാണ് വരുന്നതെന്ന് നമ്മൾ ബോധേഡല്ല. നമുക്ക് ഈ സാധനം ഇപ്പോൾ 15 ദിർഹംസ് നമുക്ക് നെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ 15 ദിർഹംസ് എന്ന് കൊടുത്തു. അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി 15 ദിർഹംസിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു, അത് 20 കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ ഇത് ഇപ്പോൾ 12 ദിർഹംസിൻ്റെ സാധനം ഞാൻ 18 ദിർഹംസിന് എൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ 18 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ അതായത് ടാക്സിന് മുമ്പുള്ള എൻ്റെ സെല്ലിംഗ് പ്രൈസ് 18 ആണ്. അപ്പം 18 പ്ലസ് 18ൻ്റെ 5% ടാക്സ്, അതായത് ഇവിടെയാണ് നമ്മൾ 5% ടാക്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. 0.9 പ്ലസ് ടാക്സ് അടക്കം 18.9 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് ടാക്സിന് മുമ്പുള്ള പ്രൈസ് സെറ്റ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് അടക്കമുള്ള പ്രൈസ് സെറ്റ് ചെയ്യാം. അത് ഈ ഒരു ടിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മൾ സ്ട്രിക്റ്റ് TAT കാൽക്കുലേഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ 20 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ക്രെഡിറ്റ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില ഐറ്റംസ് നമ്മൾ ക്രെഡിറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പം കുറച്ച് പ്രൈസ് കൂട്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് 22 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ച് പ്രൈസ് കുറച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈൻ പ്രൈസ്
ഓൺലൈൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ് സ്റ്റോറിലോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഈ സാധനം സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് നമുക്ക് ചിലപ്പോൾ വേറൊരു പ്രൈസ് ആയിരിക്കാം. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേറെ പ്രൈസുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ ഈ ഒരു ക്യാഷ് പ്രൈസ് മാത്രം സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് വെറുതെ നമ്മളിങ്ങനെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ക്യാഷ് പ്രൈസ് തന്നെ കോപ്പിയായി വരും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് മിനിമം റേറ്റ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്ര പ്രൈസിൽ കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് TBT, അതായത് ടാക്സിന് മുമ്പുള്ള പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാഷിന് പ്രൈസുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 19.05 ആണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ 18 dirhams ആണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എത്ര ഡിസ്കൗണ്ട് കുറച്ചാലും 18 കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 18 എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ അപ്ലൈ പ്രൈസ് ലോക്ക് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് മാനുവലായിട്ട് നമ്മൾ 18 താഴെ നമ്മൾ ടൈപ്പ് ചെയ്താലും സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവിടെ ഈ പ്രൈസ് ലോക്ക് ഉള്ളതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്ക് റാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ സ്റ്റോക്ക്, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഏത് റാക്കിലാണ്, നമുക്ക് റാക്ക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇൻവെൻട്രി തന്നെയാണ്. നമുക്ക് റാക്സ് ആൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ റാക്സുകളെല്ലാം നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ആഡ് ചെയ്ത റാക്കുകളെല്ലാം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റാക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോക്കോ കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം LP ടീഷർട്ട് എന്ന് പറഞ്ഞൊരു ഹെഡർ, അതിൻ്റെ അണ്ടറിൽ ഞാൻ ഫസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ആക്കി. ഓക്കെ, അപ്പം LP ടീഷർട്ട് 18 നമ്പർ എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്ത് 18 സൈസ്. എന്നിട്ട് ഞാനിവിടെ സേവ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുമ്പം ബൈ ഡിഫാൾട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ വേറെ മൾട്ടിപ്പിൾ ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ താഴെ വന്ന് നിൽക്കും. ബൈ ഡിഫാൾട്ട് നമുക്ക് ബാർകോഡ്, സിസ്റ്റം ജനറേറ്റഡ് ബാർകോഡ് ഇവിടെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൽ ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇനി ഞാൻ എൻ്റർ അടിച്ചു, മോഡലിലേക്ക് വന്ന് ഞാനിപ്പം 18 നമ്പറാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി അടുത്ത് 20 നമ്പർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പീസസ് എന്ന് പറഞ്ഞ് ഇത് ചെയ്തായിരുന്നു, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഓക്കെ, ഇനി എല്ലാം ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പീസസ് എന്ന് പറഞ്ഞ് വന്നോളും. പീസസ് പെർ ടൈപ്പ് 1 ഓൾവേസ്. VS നെയിമിൽ വന്നു, ബാർകോഡ് സ്പെസിഫിക് നെയിം. അപ്പം നമ്മൾ ഇവിടെ എന്താണോ പേര് കൊടുക്കുന്നത് ആ പേര് തന്നെയായിരിക്കും താഴത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ 20 എന്ന് പറഞ്ഞ് കൊടുത്തു, എൻ്റർ അടിച്ചു. RO ക്വാണ്ടിറ്റി 5 കൊടുത്തു, കോസ്റ്റ് 12 എന്ന് തന്നെ കൊടുത്തു. സെല്ലിംഗ് പ്രൈസ് ചിലപ്പോൾ നമ്മളിപ്പം 20 എന്ന നമ്പർ ചിലപ്പോൾ 21 dirhamsനായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം നമ്മൾ സെയിം പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പം ആ ഒരു മോളി ക്യാഷ് പ്രൈസ് തന്നെ താഴത്തേക്ക് വന്നോളും. ഓക്കെ, മിനിമം റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, റാക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ വീണ്ടും സേവ് ചെയ്തു. അപ്പം ഞാനിവിടെ LP ടീഷർട്ടിൻ്റെ അണ്ടറിൽ 2 ബാർകോഡ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് 18 നമ്പർ എന്ന് പറയുന്ന സൈസും പിന്നെ ഒന്ന് 20 നമ്പർ എന്ന് പറയുന്ന സൈസും. ഓക്കെ, അപ്പം ഇത് രണ്ടും നമ്മളിവിടെ ക്രിയേറ്റ് ആക്കി. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് 2 ബാർകോഡ് ക്രിയേറ്റ് ആക്കി. ഇനി നമുക്ക് 2 സൈസ് ഇല്ല, ഒറ്റ സൈസ് ഏതുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈസ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ ഉള്ളത് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സ്റ്റോക്ക് മെത്തേഡ് നമ്മൾ ഐറ്റം കോഡും ഉണ്ട്, ബാർകോഡും ഉണ്ട്. അപ്പം നമ്മൾ ഐറ്റം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കുമ്പം ഈ LP ടീഷർട്ട് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. അത് ചിലപ്പം 18 നമ്പർ ചിലപ്പോൾ 10 ഉണ്ടാവും, 20 നമ്പർ ചിലപ്പോൾ 5 ഉണ്ടാവും. പക്ഷേ സിസ്റ്റം അതിനെ കൺസിഡർ ചെയ്യുന്നത് ഈ 2 ബാർകോഡിനെയും കൂടെ ഒന്നായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം 20 + 5 ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 10 ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ, സ്റ്റോക്ക് ഈ ഒരു പ്രൊഡക്റ്റ് 5 ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ സ്റ്റോക്ക് മെത്തേഡ് ഐറ്റം കോഡാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ LP ടീഷർട്ട് 15 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആയിരിക്കും കാണിക്കുന്നത്. ഇനി അതെല്ലാം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ബാർകോഡും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഹെഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാർകോഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം.
അപ്പോൾ നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കുമ്പം LP ടീഷർട്ട് 10 പീസസ്, LP ടീഷർട്ട് 25 പീസസ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് മൾട്ടിപ്പിൾ ബാർകോഡ് ഉള്ളതുകൊണ്ടാണ് 2 വന്നത്. ചിലപ്പോൾ ഒറ്റ ബാർകോഡേ ഉണ്ടാവുള്ളൂ, അല്ലെ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെഡറും ഉണ്ടാവും, ഇവിടെ ഒരു ഡീറ്റെയിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ സേവ് ചെയ്ത സാധനത്തിന് നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളോട് സേവ് ചെയ്തു, നമുക്ക് 2 ബാർകോഡ് ക്രിയേറ്റ് ആയി. ഇനി ഇതിനെ എഡിറ്റ് ചെയ്യണം, ഇതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഒരു ഗ്രീൻ കളർ വരും. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പ്രൊഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രൈസോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരായിരിക്കും നമ്മുടെ ബില്ലിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ വരുന്നത്. ഈ ഒരു പേരായിരിക്കും. ഈ ഒരു പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പേരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബാർകോഡ്, നമുക്ക് 2 ബാർകോഡ് ഉണ്ട്, അതിൽ ഈ ഒരു ബാർകോഡ് എനിക്ക് വേണ്ട, നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ഡിലീറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഈ ഡിലീറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റിനെ റീകോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് മൊത്തം, അതായത് ഈ ഒരു ഹെഡറും അതിൻ്റെ അണ്ടറിലുള്ള 2 ബാർകോഡും എല്ലാം ഫുള്ളായിട്ട് ആ ഒരു ഐറ്റത്തിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പോകും. ഓക്കെ, ഈ ഒരു ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഇവിടെ വരുന്ന ഡിലീറ്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഡിലീറ്റ് ഡീറ്റെയിൽസ് അവിടെ വന്നു. ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ബാർകോഡ് മാത്രമേ ഡിലീറ്റ് ആയിട്ട് പോകും. നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ ന്യൂ അടിച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫാൾട്ട് അടുത്ത പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനായിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഐറ്റം നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ പഴയത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വായിക്കാനോ അടിച്ചിട്ട് നമ്മളിങ്ങനെ പ്രോജക്റ്റ് പോയി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം പേരറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം ഫൈൻഡ് വന്നിട്ട് ഐറ്റം നെയിമും അതുപോലെ പേരിൻ്റെ സ്റ്റാർട്ടിങ് നെയിമും കൂടെ കൊടുക്കാം. സ്റ്റാർട്ടിങ് നെയിം ആയിട്ടില്ല, പേര് ഏതെങ്കിലും ലെറ്റർ മാത്രം എഴുതുന്നത് നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മുടെ ഐറ്റത്തിൻ്റെ ഏതെങ്കിലും ലെറ്റർ കൊടുത്തിരുന്നാൽ ആ ലെറ്ററിലുള്ള എല്ലാ പ്രൊഡക്ട്സും കൂടെ വരും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിരുന്നാൽ അത് തിരിച്ച് നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വരും. ഇവിടെ നമുക്ക് എഡിറ്റ് സേവ് ചെയ്യാം. ഒരു കേസാണ് വേറെ കേസ് നമ്മളിപ്പം കൂടെ നമുക്ക് വേണമെങ്കിൽ സെയിം പ്രൈസ് തന്നെ യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് പ്രൈസിങ് മേടിക്കാം. ഇപ്പം സോയാബീൻ ക്യാൻ ഫുഡ് വേണമെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഈ പുതിയതായിട്ട് വന്ന ബാർകോഡിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ അടുത്ത ബാർകോഡ് ക്രിയേറ്റ് ആവും. ഇങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ എത്ര ബാർകോഡ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടാണ്. നമ്മൾ ഐറ്റം കോഡ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റത്തിൻ്റെ അണ്ടറിൽ ഈ ബാക്കി എത്ര ബാർകോഡുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി നമ്മൾ ബാർകോഡാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്പറിൽ ഈച്ച് ബാർകോഡ് സെപ്പറേറ്റ് സ്റ്റോക്കായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കും. ഇനി നമ്മൾ അടുത്തൊരു കേസ് നോക്കുന്നത്, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബാർകോഡ്സ് ഉണ്ട്. പക്ഷേ ഈ മൾട്ടിപ്പിൾ ബാർകോഡ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല. അതായത് നമുക്കിപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ വലിയൊരു കാർട്ടണിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 100 പീസസിൻ്റെ ഒരു വലിയൊരു കാർട്ടൺ മേടിച്ചു. ആ കാർട്ടൺ മേടിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ചിലപ്പം അതിനകത്തുനിന്ന് 10 പീസസിൻ്റെ ചെറിയ ബോക്സായിട്ട് നമ്മൾ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനൊരു കാറ്റഗറി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സിഗരറ്റ് എന്താ പറയുന്നത് സിഗരറ്റ്സ് എന്ന് പറഞ്ഞൊരു ഞാൻ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഞാൻ മാസ്റ്റർ കാറ്റഗറി ഒന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ജനറൽ സെലക്ട് ചെയ്തു. ഓക്കെ അടിച്ചു. ഇവിടെ ഞാൻ സിഗരറ്റിൻ്റെ പേര് ഞാൻ വിളിക്കാണ് 777 അല്ലെങ്കിൽ മാൾബറോ ഗോൾഡ്. ഓക്കെ, ഞാനത് സിഗരറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തു. ബാക്കിയെല്ലാം നോർമൽ പോലെ. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ പറയില്ല ബാർകോഡ്, ഈ മാൾബറോ സിഗരറ്റിലെല്ലാം ബാർകോഡ് ഉണ്ടാവും. നമുക്ക് ആ ബാർകോഡ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാർകോഡ് തന്നെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നമ്മൾ മോഡൽ ഒന്നും കൊടുക്കുന്നില്ല, പീസസ്. ഇതൊക്കെ ഈ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മോഡലൊന്നും കൊടുത്തില്ല. ഇവിടെ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ മാൾബറോ സിഗരറ്റ് ഞാൻ വാങ്ങിക്കുന്നത് വലിയ കാർട്ടണിലാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അതായത് 100 പീസസിൻ്റെ വലിയൊരു ബോക്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് എനിക്കിവിടെ പീസസും ടിന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാർകോഡ് ഒരു പീസസ് ടൈപ്പ് ക്വാണ്ടിറ്റി ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ബോക്സിനകത്ത് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് എത്രയുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ പീസസ് പെർ ടൈപ്പിൽ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പം ഈ ഒരു പീസസ് പെർ ടൈപ്പിൻ്റെ കേസ് വരുന്നത് നമുക്ക് ഇപ്പോൾ ബോക്സിൽ വാങ്ങിച്ചിട്ട് ചെറിയ ബോക്സായിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പീസായിട്ടും നമ്മൾ കൊടുക്കുന്ന കേസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പീസസ് പെർ ടൈപ്പ് ഇവിടെ നമ്മൾ മാറ്റി കൊടുക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾവേസ് ഇത് 1 തന്നെയായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ മാൾബറോ സിഗരറ്റ് എന്ന് പറയുന്നത് ഞാൻ ബോക്സിലായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ബോക്സിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്തെന്നും ഇരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ അതിൻ്റെ ഹയർ ക്വാണ്ടിറ്റി ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ബോക്സ് എന്ന് പറഞ്ഞ ബാർകോഡ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഈ ബോക്സിനകത്ത് 100 പീസസ് ആണ് വരുന്നത്. 100 പീസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റിൻ്റെ പീസസാണ് ഞാനീ പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ഈ മാൾബറോ സിഗരറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ബാർകോഡാണ് വരുന്നത്. ഒന്ന് ബോക്സിന്, പിന്നെ അതിനകത്ത് ചെറിയ ബോക്സ്, പിന്നെ പീസസ്. ഇങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പീസസ് പെർ ടൈപ്പ് കൊടുക്കുമ്പം അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് എത്രയാണോ അതായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബോക്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് 100 പീസസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ 100 പീസസ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സ്റ്റോക്കല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മാൾബറോ ഗോൾഡ് സിഗരറ്റ് എന്ന് പറഞ്ഞ ബോക്സിനകത്ത് 100 പീസസ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു യൂണിറ്റ് ആയിരിക്കും. അത് 100 യൂണിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മളിവിടെ നേരെ ഇതിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മാൾബറോ ഗോൾഡ് സിഗരറ്റ് 100 പീസസ് ബോക്സ്. ഓക്കെ, ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു. അതിൻ്റെ കോസ്റ്റ് വരുന്നത്
ഫോർ എക്സാമ്പിൾ 100 dirhams ആണെന്ന് വിചാരിച്ചു. നമ്മളത് സെയിൽ ചെയ്യുന്നത് 120 dirhamsന് സെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോക്സ് ക്രിയേറ്റ് ആക്കി. ഇനി അടുത്ത ബാർകോഡ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഈ ബോക്സിനകത്ത് തന്നെ ചിലപ്പോൾ 10 ചെറിയ ബോക്സുകൾ വരുന്നുണ്ടാവും, 10 എണ്ണത്തിൻ്റെ 10 ബോക്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ബോക്സ് തന്നെ നമ്മൾ ബോക്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് വരുന്നത് നമ്മൾ 10 പീസിൻ്റെ 10 ബോക്സ് ആയിരിക്കും നമ്മൾ ഒരു കാർട്ടിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ പീസസ് പെർ ടൈപ്പ് എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ബോക്സിനകത്ത്, ചെറിയ ബോക്സിനകത്ത് 10 പീസ് വരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മുകളിലത്തെ പേര് തന്നെ വന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 10 പീസസ്, 10 പീസസ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ 10 കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മളതിൻ്റെ ഹയർ ബോക്സിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ ബോക്സിന് 10 dirhams, വലിയ ബോക്സിന് 100 dirhams. അപ്പം നമ്മൾ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 10 ആക്കി കോസ്റ്റ്. ഇനി സെല്ലിംഗ് പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ 10 പീസസിൻ്റെ ഒരു ബോക്സാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വില കൂട്ടി കൊടുക്കാം. 14 ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, സേവ് ചെയ്തു. ഇപ്പം ഞാൻ ഈ മാൾബറോ സിഗരറ്റിൻ്റെ അണ്ടറിൽ എനിക്ക് വലിയ ബോക്സ് ക്രിയേറ്റ് ആയി, അതിൻ്റെ അകത്തുള്ള ചെറിയ ബോക്സ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ഇത് സെയിൽ ചെയ്യുന്നത് ഇനി പീസസിൽ സെയിൽ ചെയ്യും. ചെറിയ പീസ്, അതായത് ഒരു സിംഗിൾ പാക്കറ്റായിട്ട് സെയിൽ ചെയ്യും. അപ്പോൾ അതിന് നമ്മളൊരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ പീസസ് എന്ന് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ 1, അതായത് ഒരു പീസ് എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, അപ്പം ഇവിടെ മാൾബറോ സിഗരറ്റ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ 100 പീസസ് ബോക്സ് 10 പീസസ് ബോക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയി, സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ആയി. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മൾട്ടി ബാർകോഡ് തന്നെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ടൈപ്പിൽ വരുന്നത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ മാൾബറോ സിഗരറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് 3 ബാർകോഡ് ക്രിയേറ്റ് ആക്കി. ഒന്ന് നമ്മളൊരു ബോക്സ്, വലിയ ബോക്സ്, അത് 100 പീസസ് വരുന്ന വലിയൊരു ബോക്സ്. പിന്നെ ആ ബോക്സിനകത്ത് തന്നെ 10 ചെറിയ ബോക്സ്, അതിനകത്ത് 10 പീസസ് വരുന്ന 10 ചെറിയ ബോക്സ്. ഇനി അതിൻ്റെ സിംഗിൾ പീസ് ബാർകോഡ്. ഓക്കെ, അങ്ങനെ 3 ബാർകോഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വലിയ ബോക്സിൽ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ബോക്സിൽ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഐറ്റമായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൾട്ടി ബാർകോഡ്സ്. ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ ഒരേ ക്വാണ്ടിറ്റി ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ടൈപ്പിലുള്ള മൾട്ടി ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള നമ്മൾ ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ജനറലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ മോർ പാരാമീറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം സബ് കാറ്റഗറി കൊടുക്കാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും, സബ് ബ്രാൻഡ് വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഏത് സപ്ലയറുടെ അടുത്തു നിന്നാണോ വാങ്ങിക്കുന്നത് ആ സപ്ലയറെ നമുക്കിവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സപ്ലയറുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സപ്ലയർ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഏതാണ് നമ്മുടെ മെയിൻ സപ്ലയർ എന്നുള്ളതെല്ലാം നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെയിൻ സപ്ലയർ കൂടാതെ നമുക്ക് ആ മൾട്ടിപ്പിൾ സപ്ലയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അലൗ പർച്ചേസ് ഫ്രം വെരിഫൈഡ് സപ്ലയർ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം എത്ര സപ്ലയേഴ്സാണോ നമുക്കുള്ളത് അവരെല്ലാം ഇവിടെ ആഡ് ചെയ്യാം. അപ്പം ഈ അലൗ പർച്ചേസ് ഫ്രം വെരിഫൈഡ് സപ്ലയേഴ്സ് ഓൺലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും സപ്ലയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില കേസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായത് നമ്മൾ ചില പർട്ടിക്കുലർ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഈ സാധനം വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ബൈ ഡിഫാൾട്ട് നമ്മൾ ഇതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്.
ബൈ ഡിഫോൾട്ട് നമ്മൾ ഈ പറയുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും നമ്മൾ ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കത് ഫുള്ളായിട്ട് ആ പ്രൊഡക്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ബാർകോഡ് മാത്രം ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ഐറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതല്ല നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഐറ്റം ഫൈൻഡിൽ പോയിട്ട് നമ്മളിവിടെ ഐറ്റത്തിൻ്റെ പേര്, അതായത് സ്റ്റാർട്ടിങ് പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി സ്റ്റാർട്ടിങ് പേര് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എന്നുള്ളൊരു സിമ്പിൾ ഇട്ടിട്ട് നമ്മളിവിടെ ആ ഐറ്റത്തിൻ്റെ എന്തെങ്കിലും ലെറ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ കയറി വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ സ്ക്രീനിലേക്ക് വരും. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇമേജോ കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ പ്രൊഡക്റ്റ് ഇമേജ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിക്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളിവിടെ സേവ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മളിവിടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ആ പിക്ചർ ഇവിടെ വന്നു. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചറില്ല, കാരണം നമ്മൾ ഇതിന് പിക്ചർ ആഡ് ചെയ്തിട്ടില്ല. ഈ പിക്ചറുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓരോ പിക്ചറുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മുടെ ഡേറ്റാബേസിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഇമേജ് ഫയൽ ആയതുകൊണ്ട് നമുക്കിത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ നോക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാർകോഡ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ബാർകോഡ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ ബാർകോഡാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബാർകോഡ് പ്രിൻ്റർ ഏതാണോ നമ്മുടെ ബാർകോഡ് പ്രിൻ്റർ സെലക്ട് ചെയ്യുക. നമുക്ക് എത്ര കോപ്പി വേണോ അത്രയും കോപ്പി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. നമുക്കിവിടെ കുറേ ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ ഇതിൽ നോക്കിയിട്ട് നമുക്കിവിടെ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റീസ് നമുക്ക് ബാർകോഡ് പ്രിൻറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഓൺ ബാർകോഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിൽ ബാർകോഡ് വരുന്നുണ്ട്, ആ ബാർകോഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബാർകോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പോയിട്ട് നമ്മൾ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാർകോഡ് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്രിൻറ്റ് ബാർകോഡ് കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളൊരു ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഫൈൻഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഇവിടെ വന്നിട്ട് ഫൈൻഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഇനി അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളിവിടെ LP എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സെർച്ച് ബട്ടൺ വരും. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കയറി വരും. ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തേക്കുന്ന ബോക്സുകളെല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ് നമ്മളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഇതാണ് ഐറ്റം മാസ്റ്ററിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്.